ഞാൻ നിരാശനും വലിയ ദുഃഖത്തിലുമാണ്. പക്ഷേ വർക്ക് ചെയ്യും. ഇനിയുമുണ്ടല്ലോ ഒരു ഫൈനൽ കോളപ്പ്. ആ സ്വപ്നത്തിനായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് തുടരും. നെയ്മർ ജൂനിയർ ബ്രസീൽ ടീമിൻ്റെ മാർച്ച് മാസത്തിലെ മത്സരങ്ങൾക്കുള്ള കോളപ്പിന് ശേഷം താൻ അതിലില്ല എന്നറിഞ്ഞിട്ട് പ്രതികരിച്ചതാണിത്. കാർലോ അഞ്ചലോട്ടി തൻ്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയില്ല. 100% ഫിറ്റ് അല്ലെങ്കിൽ ടീമിലേക്ക് എടുക്കില്ല. നെയ്മർ ജൂനിയർ ഒഴിവാക്കിയതിനെക്കുറിച്ചുള്ള വിശദീകരണം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. നെയ്മർ ഇപ്പോഴും 100% ഫിറ്റ് അല്ല. അങ്ങനെ ഫിറ്റായാൽ വേൾഡ് കപ്പിന് കൊണ്ടുപോകും. വേറെ കാര്യങ്ങളൊന്നും അതിലില്ല. നേരത്തെ തന്നെ ആഞ്ചലോട്ടി തൻ്റെ നയം വ്യക്തമാക്കിയതാണ്. തനിക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു കടപ്പാടുമില്ല. ഫുള്ളി ഫിറ്റായ കളിക്കാരനാണോ കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ. ഇതാണ് ആഞ്ചലോട്ടി. ഇതാണ് പ്രൊഫഷണൽ കോച്ചിൻ്റെ നിലപാട്. മറ്റ് സെൻറ്റിമെൻറ്റുകൾക്കൊന്നും അദ്ദേഹം ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല എന്നർത്ഥം. ഇപ്പോൾ ബ്രസീൽ ഈ മാർച്ച് മാസത്തിൽ കളിക്കുന്ന 2 മത്സരങ്ങൾ അത് വമ്പൻ ടീമുകളോടാണ്. ഫ്രാൻസിനോടും ക്രൊയേഷ്യയോടുമാണ്. ബ്രസീലിയറോ സീരിയയിൽ 2 മത്സരങ്ങൾ അടുപ്പിച്ച് കളിച്ച് അടുത്ത കളിക്ക് നെയ്മർ ജൂനിയർക്ക് കളിക്കാൻ പറ്റിയില്ല. മസിൽ ഓവർലോഡ്, മസിൽ വേദന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിറാസോളിനെതിരെയുള്ള കളി അദ്ദേഹം കളിച്ചില്ല. ആ കളിയിൽ നെയ്മറുടെ ഫിസിക്കൽ എബിലിറ്റി വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് കാർലോ അഞ്ചലോട്ടി സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു. നെയ്മർ ഇല്ല ആ കളിക്ക് എന്നറിഞ്ഞപ്പോഴേ അദ്ദേഹം തീരുമാനമെടുത്തിട്ടുണ്ടാവും 3 കളി അടുപ്പിച്ച് കളിക്കാൻ ഇപ്പോൾ നെയ്മർ ഫിറ്റല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫിറ്റ് അല്ലെങ്കിൽ 100% അല്ലെങ്കിൽ ടീമിൽ എടുക്കേണ്ട എന്ന തീരുമാനത്തിൽ തന്നെയാണ് ആഞ്ചലോട്ടി. ഇത് ആരാധകരെ ചൊടിപ്പിക്കുന്നുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. ആരാധകർക്കിപ്പോൾ ആഞ്ചലോട്ടിയുടെ ടീം തോൽക്കണം. അവർ നെയ്മർ ഫാൻസാണ് അധികവും, ബ്രസീൽ ഫാൻസ് എന്നതിലുപരി. അപ്പോൾ അതുകൊണ്ടൊരു താരമില്ലെങ്കിൽ പിന്നെ കളി തോൽക്കണം എന്ന് പറയുന്നവരൊക്കെ ആ ഗണത്തിലേ പെടുത്തേണ്ടതുള്ളൂ. ബാക്കി നെയ്മർ പറഞ്ഞ പോലെ ഇനിയും ഒരു കോളപ്പ് കൂടിയുണ്ടല്ലോ വേൾഡ് കപ്പിന് മുമ്പ്. അപ്പോഴേക്കും അദ്ദേഹത്തിന് തൻ്റെ ഫിറ്റ്നസ് പൂർണ്ണമായിട്ടും തിരികെ പിടിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേൾഡ് കപ്പിൽ അദ്ദേഹം ഉണ്ടാകും. നെയ്മർ ഉള്ള ബ്രസീൽ ടീമും നെയ്മർ ഇല്ലാത്ത ബ്രസീൽ ടീമും രണ്ട് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഫിറ്റ് അല്ലെങ്കിൽ ഒരു മാസത്തിനിടയ്ക്ക് 7 8 മത്സരങ്ങൾ തുടർച്ചയായിട്ട് കളിച്ച് വേൾഡ് കപ്പ് നേടേണ്ട ഒരു ടൂർണമെൻറ്റിന് പോകുന്നതിൽ അർത്ഥമില്ല എന്ന ആഞ്ചലോട്ടിയുടെ വീക്ഷണം തന്നെയാണ് ശരി.